നൂറിനി ഇൻഫോടെക് പാലക്കാട് അവതരിപ്പിക്കുന്ന ക്യാൻവ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു യൂട്യൂബ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ക്യാൻവ സൈറ്റിലോട്ട് ലോഗിൻ ചെയ്യുക. അതിൽ ക്രിയേറ്റ് ബട്ടൺ പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ഡിസൈൻ കാണാൻ കഴിയും. ഇപ്പോൾ ഒരു യൂട്യൂബ് തംബ്നെയിലാണ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് യൂട്യൂബ് തംബ്നെയിലാണ് ഞാൻ അവിടെ സെർച്ച് ചെയ്യുന്നത്. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ നമുക്ക് വേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസൈൻ സെലക്ട് ആവുന്നതാണ്. ഒരു ഡിസൈൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ക്യാൻവ എഡിറ്റർ പേജിലോട്ടാണ്. അതിനകത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാമിംഗ് ബേസ്ഡ് തംബ്നെയിൽ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് പ്രോഗ്രാമിംഗ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രോഗ്രാമിംഗ് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഏത് ടെംപ്ലേറ്റ് ആണോ വേണ്ടത് അത് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിനകത്ത് കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ട് പോയി നോക്കിയാൽ കുറേ ടെംപ്ലേറ്റ്സ് കാണാൻ കഴിയും. അതിൽ നിന്നും നമുക്ക് വേണ്ട ടെംപ്ലേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെംപ്ലേറ്റ് നമ്മുടെ എഡിറ്റർ പേജിലോട്ട് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ടെംപ്ലേറ്റിനെ നമുക്കൊന്ന് കസ്റ്റമൈസ് ചെയ്യാം. ഞാൻ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ ഒന്ന് ഡിറ്റാച്ച് ചെയ്യുന്നുണ്ട്, അതൊന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിനി പുതിയ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ സെർച്ച് ചെയ്തെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സെർച്ച് ബോക്സിനകത്ത് പ്രോഗ്രാമിംഗ് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഫോട്ടോസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഫോട്ടോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് നമുക്ക് വേണ്ടത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഞാൻ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്ത ഇമേജ് നമ്മുടെ എഡിറ്റർ പേജിലോട്ട് വരുന്നതായിരിക്കും. ആ ഇതിൻ്റെ ഒന്ന് റീപ്ലേസ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ട്രാൻസ്പാരൻസി ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പാരൻസി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ട്രാൻസ്പാരൻസി ഒരു 30 ആക്കി നമുക്ക് നിർത്താം. ട്രാൻസ്പാരൻസി ഇവിടെ 30 ആക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലത്തെ നമുക്ക് ഈ ഇമേജ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഒരു ഇമേജ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ സെലക്ട് ചെയ്ത ഒരു ഇമേജിനെ നമ്മുടെ ഇഷ്ടാനുസരണം അതിനെ പൊസിഷൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഡിസൈനകത്തുള്ള ടെക്സ്റ്റ് ബോക്സ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ ആദ്യം ആ ടെക്സ്റ്റ് ബോക്സിൽ ഓൾറെഡി ഉള്ള ടെക്സ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പൈത്തൺ പ്രോഗ്രാമിംഗ് എന്നൊരു ടെക്സ്റ്റാണ് ഇവിടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വേണ്ട ടെക്സ്റ്റ് ഇതിനകത്ത് പുതിയതായി ആഡ് ചെയ്യാനും പറ്റും. ഉള്ള ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ഞാൻ അതിനകത്ത് കുറച്ച് ലൈൻ സ്പേസിങ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ലൈൻ സ്പേസിങ് ഓപ്ഷൻ എടുത്തിട്ട് ആ ഒരു ലൈൻ സ്പേസിങ് സെറ്റ് ചെയ്യാം. അതിൻ്റെ ആ ടെക്സ്റ്റ് ബോക്സ് ഒന്ന് പൊസിഷൻ ചെയ്ത് വെക്കാം. നമുക്ക് ഇഷ്ടാനുസരണം ഇതിനകത്തുള്ള ഓൾറെഡി ഉള്ള എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. അതിൻ്റെ പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ഞാൻ മാറ്റിയിട്ട് ബേസിക്സ് ടു അഡ്വാൻസ് എന്ന ടെക്സ്റ്റാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തംബ്നെയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് പൈത്തൺ പ്രോഗ്രാമിംഗ് കൊടുക്കുന്നത്. ബേസിക്സ് ടു അഡ്വാൻസ്ഡ് ഫുൾ കോഴ്സ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലോഗോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലോഗോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അത് ഞാനൊന്ന് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ലോഗോയും നമ്മുടെ ഡിസൈനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സബ്സ്ക്രൈബ് പറഞ്ഞൊരു ഗ്രാഫിക്സിനകത്ത് ആഡ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് എലമെൻറ്റ്സിൽ പോയിട്ട് സബ്സ്ക്രൈബ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഗ്രാഫിക്സിൻ്റെ അണ്ടറിൽ കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും. അതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈസ് ഒന്ന് റീസൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഏത് പൊസിഷനിലാണോ സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു പൊസിഷനിലോട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ടെംപ്ലേറ്റിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്കൊരു പുതിയ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിനി ഡിസൈനിലോട്ട് ഒരു ഗ്രാഫിക്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി എലമെൻറ്റ്സിനകത്ത് ഡോട്ട്സ് പറഞ്ഞ് സെർച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രാഫിക്സിൻ്റെ അണ്ടറിൽ കുറേ ഡോട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാണാൻ കഴിയും. അതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം. എന്നിട്ടത് എവിടേക്കാണ് പൊസിഷൻ ചെയ്യേണ്ടെങ്കിൽ പൊസിഷൻ ചെയ്യാം. അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ബ്ലൂ കളറിലോട്ട് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കോപ്പി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് എവിടെയാണ് പൊസിഷൻ ചെയ്യേണ്ടെങ്കിൽ അത് പൊസിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മേലെയും താഴെയും അതൊന്ന് പൊസിഷൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1 ലൈൻ ആയിട്ടുള്ള ഡോട്ട്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഞാൻ പൈത്തൺ പ്രോഗ്രാമിംഗ് പറഞ്ഞ ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ അണ്ടറിൽ പൊസിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക്
കൂടുതൽ ഗ്രാഫിക്സ് നമ്മുടെ ഡിസൈനിലോട്ട് ആഡ് ചെയ്തിട്ട് നമ്മുടെ ഡിസൈന് ഒന്നും കൂടി ഭംഗി വരുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡിസൈന് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഷെയർ വരുന്ന ബട്ടണിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ നിന്നും ഡൗൺലോഡ് വരുന്ന ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡിസൈന് ഡൗൺലോഡായി വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ആയി കാണാൻ കഴിയും. ഈ ഒരു ഡിസൈന് യൂട്യൂബ് തംബ്നെയിലായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. നൂറിന് ഇൻഫോടെക്കിൻ്റെ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. നമ്മൾ ഇപ്പോൾ പഠിച്ച വീഡിയോയുടെ സമ്മറിയാണ് ഇവിടെ കാണുന്നത്. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കോഴ്സുകൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക.